സംഭവം പൊളിയാണ് ഗൈസ്. ആ ചെസ്റ്റ് ഭാഗത്തൊക്കെ നല്ല രീതിക്ക് മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇത് നമ്മൾ പോകുന്നത് കലമാരി റെസ്റ്റോറൻറ്റിലേക്കാണ്. കഴക്കൂട്ടത്തുള്ള കലമാരി റെസ്റ്റോറൻറ്റ്. ഇവിടെ നല്ല അടിപൊളി സീ ഫുഡ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷാനൊന്ന് ഭയങ്കര ത്രില്ലിലാണ്. അവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സീ ഫുഡ് കഴിക്കണം. കുറെ കാലമായിട്ട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു സീ ഫുഡ് കഴിക്കണം, അതും അവന് ക്രാബിനെ തന്നെ കഴിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ കുറെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പം ഏറ്റവും അടുത്തുള്ളൊരു നല്ല അത്യാവശ്യം റേറ്റിംഗും കാര്യങ്ങളും ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കലമാരി റെസ്റ്റോറൻറ്റ്. നല്ല വെയിറ്റിംഗ് ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ വെയിറ്റർ വന്ന് നമുക്ക് ഓർഡർ എടുത്തിട്ടുണ്ട്. കപ്പയും ക്രാബും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവന് അപ്പോ ക്രാബുമാണ് അവന് വേണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് കപ്പയും ക്രാബും ആണ്. അപ്പൊ ഇതാ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന കപ്പയും ക്രാബും വന്നിരിക്കുകയാണ്. അപ്പൊ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. അത്രയും എന്താ പറയാ കളർഫുൾ ആയിട്ടുള്ളൊരു സാധനം. നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. കപ്പയാണെങ്കിൽ നല്ല ഉടച്ചു പുഴുങ്ങിയിട്ടുള്ള കപ്പയും നല്ല അടിപൊളി മുളകിട്ട് വരട്ടെ ക്രാബും. അതിന്റെ കൂട്ടത്തിൽ അവനായിട്ട് കുറച്ച് അപ്പവും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ലൊരു പീസ് എടുത്ത് ഇത് എടുക്കുമ്പോൾ തന്നെ മസാലയൊക്കെ താഴെ പോകുന്നുണ്ട്. നല്ല രീതിക്ക് മുളകും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ കപ്പൽ ഓടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഷാനുവിന് കൊടുത്തു. അവനിത് ഫസ്റ്റ് ടൈം ആയിട്ട് കഴിക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു ക്രാബിന്റെ ഒരു കാലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പീസ് എടുത്ത് ഏട്ടനും കൊടുത്തു. ഒരു പീസ് എടുത്ത് ഞാൻ എൻ്റെ പ്ലേറ്റിൽ വെച്ചു. കുറച്ച് കപ്പയും ഒരു ലെഗ് പീസ് എടുത്തിട്ടാണ് വെച്ചത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സംഭവം നല്ല പൊള്ളി സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടി. ആ ചെസ്റ്റ് പീസിന്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗത്തൊക്കെ നല്ല രീതിക്ക് മസാല പിടിച്ചതായിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ കാൽ ഭാഗം, അതായത് ഷെല്ല് പൊട്ടിച്ചിട്ട് കഴിക്കുന്ന ഒരു ഏരിയയില്, ആ ഒരു ഏരിയ അത്യാവശ്യം നല്ല ഹാർഡാണ്. നല്ല പല്ലൊക്കെ ഉള്ള ആൾക്കാർ ഏത് പറ്റുള്ളൂ. കണ്ടില്ലേ, നല്ല ഞണ്ടിന്റെ ആ ഇറിക്കുന്ന നമ്മുടെ കടിക്കുന്ന ഒരു ഭാഗമില്ലേ, അതാണ് അത്ര പൊട്ടിച്ചെടുത്ത് എന്നതിന് ശേഷം അതിന്റെ ഉള്ളിൽ വരുന്ന ഭാഗം നല്ല രീതിക്ക് കടിച്ച് പൊട്ടിച്ച് അതിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കൈകൊണ്ട് പൊട്ടിച്ച് എടുക്കണം. എന്നാലാണ് അതിന്റെ ഉള്ളിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സാധനം കിട്ടുള്ളൂ. കുറച്ച് ഞണ്ട് മസാലയും അതും കൂട്ടി രണ്ടും കൂടി കൂട്ടി മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ച പൊള്ളിയാണ്, സൂപ്പറായിട്ടാണ്. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് മീൻമുട്ടയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നെയ് മീൻമുട്ടയാണ് വാങ്ങിച്ചത്. അതെങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. കാണാൻ സംഭവം സൂപ്പറാണ്. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പൊ ഇതെങ്ങനെയുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ലൊരു പീസ് തന്നെ എടുത്ത് നോക്കി. ഇതിന്റെ ഉള്ളിലൊക്കെ നല്ല രീതിക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം എന്താ പറയാ, നമുക്ക് ആ പീസ് ഒന്ന് എടുത്ത് ജസ്റ്റ് കഴിച്ചു നോക്കാം. സത്യം പറഞ്ഞാൽ ഈ മീൻ മുട്ട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്നല്ല, ഞങ്ങൾക്ക് 3 പേർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. എന്തോ അതിന്റെ ഒരു ടേസ്റ്റ്, ഒരു കയ്പ് ഒരു രീതിയായിരുന്നു. അതെന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞണ്ട് ഫ്രൈ ശരിക്കും പറഞ്ഞാൽ ഷാനു സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ഷാനുവിന് മാത്രമല്ല ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, പ്ലേറ്റ് ഒക്കെ നല്ല കാലിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഷെല്ലൊക്കെ കണ്ടില്ലേ, അതിന്റെ കാലൊക്കെ നല്ല രീതിക്ക് വൃത്തിയാക്കി പൊട്ടിച്ച് അതിന്റെ ഉള്ളിലുള്ള പീസും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ ബില്ല് കയ്യിൽ കിട്ടിയിരിക്കുന്നത് മൊത്തം 730 രൂപയാണ് ആയിരിക്കുന്നത്. അതിൽ 350 രൂപ ക്രാബ് റോസ്റ്റിനും 240 രൂപ മീൻ മുട്ടയ്ക്കാണ് ആയിട്ടുള്ളത്. അതിൽ ക്രാബ് റോസ്റ്റ് ഒരു ഫുൾ പ്ലേറ്റ് ആയിരുന്നു, മീൻ മുട്ട ഒരു ഹാഫ് പ്ലേറ്റ് ആയിരുന്നു. ക്രാബ് റോസ്റ്റും കപ്പയും സൂപ്പർ അടിപൊളി കോമ്പിനേഷൻ ആണ്. അതുപോലെ തന്നെ അതിന്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും അതിന്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷെ മീൻ മുട്ട എന്തോ എനിക്ക് അങ്ങനെ, ഞങ്ങൾക്ക് 3 പേർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം എന്തായാലും കഴക്കൂട്ടം ഭാഗത്തുള്ള ആൾക്കാർ സീ ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ നമ്മുടെ കലമാരി ഹോട്ടലിലേക്ക് വന്നാൽ മതി. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.